മാങ്ങ, പച്ചമാങ്ങ. ഈ ഒരു കവറിന് 50. ഇല്ലല്ലോ, മാങ്ങ സീസൺ അല്ല. വേണോ മസാല ഇടണോ? മസാല വേണോ? വേണോ വേണോ. ഇതൊക്കെ ഉണ്ട്, ഫോൺ പേ ഒക്കെ ഉണ്ട്. ഫോൺ പേ ഉണ്ട്. ആ, ഫോൺ പേ ഒക്കെ ഉണ്ട്. നിങ്ങളുടെ മസാല ഞങ്ങളിവിടെ തീറ്റയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണത്. അപ്പോൾ മാങ്ങ വേണ്ട, ഞാൻ വിളിക്ക് വാങ്ങാം. ഞാൻ വാങ്ങിക്കോളാം, എൻ്റെ ഉണ്ടല്ലോ ഗൂഗിൾ പേ. ഒരു പാക്കറ്റ് മാങ്ങ. ഇവിടുത്തെ നൂഡിൽസാ നോക്കുന്നു. പുതിയ ഇല്ലേ, ഫ്രഷ് ഇല്ലേ പീസ്? மொத்தம் பொடியா இருக்கு. வண்டி எல்லாமே போச்சு, பொடி எல்லாமே அடிச்சு உடம்பு மோசமாகும். കുട്ടീനെ അത്ഭുതപ്പെട്ടിടിച്ച് നമ്മളൊക്കെ പറയുന്നുണ്ടല്ലോ. നൂഡിൽസ് വാങ്ങാം. എന്നാ നൂഡിൽസ് വാങ്ങിക്കോ. നൂഡിൽസ് ഒന്ന് പോതും. ഇത്ര 80 വിട്ടിട്ട് ഒരു കളിയില്ലല്ലോ. കിട്ടിയാ ഇന്നത്തേക്കുള്ള ഒരു സുഖമായി. ഈ അമ്മ നല്ല രസമുണ്ടല്ലേ സംസാരം. അമ്മ ரொம்ப നല്ല അമ്മ. സംസാരം നല്ല ഇருக்கு. സംസാരം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭാര്യ എന്നല്ലേ? അവ സംസാരത്തിന് എന്താ പറയാ? ആ പേസ്. ഉൻ പേസ് நல்லா இருக்கு, ഉൻ ഫേസ് நல்லா இருக்கு. സംസാരം കൊണ്ടാട്ടി. സംസാരം അവർ പറഞ്ഞില്ലേ സംസാരം ശരിയല്ല. അപ്പൊ ശരിക്കും നമ്മള് സംസാരത്തിന് എന്താ പറയാ? പേസ് പേസ് പേസ്. ആ പേസനുണ്ട് ഇവിടെ നല്ല ഇവിടെ ഒന്നുണ്ട്, പേസിയൊക്കെ ഉണ്ട് പക്ഷെ നടക്കണില്ല. പേസനൊക്കെ ഉണ്ട് പക്ഷെ നടക്കണില്ല. ചേച്ചിയോ ഒരടി മുന്നോട്ട്. ഗൂഗിൾ പേ ഇருக்கு, ഫോൺ പേ ഇருக்கு, എല്ലാ പേ ഇருக்கு. മുന്നെന്തെങ്കിലൊക്കെ പറയും. മുന്നൊക്കെ തമിഴ് മനസ്സിപ്പേ ഇരിക്കും. ഇവൾക്ക് പട്ടിപ്പേ. അല്ല അതിപ്പോ ആർക്കാണ് നൂഡിൽസ് ഉണ്ടാക്കുന്നത്? ഇത് ഞങ്ങൾക്കാകെ, ഞങ്ങൾക്ക് ഫസ്റ്റ്. ഞങ്ങൾക്ക് വേണ്ട, അവർക്ക് ഫസ്റ്റ്. സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. സ്പീഡിന് എന്താ പറയാ? ജാസ്തി എന്ന് പറഞ്ഞാൽ കുറേന്നാണ്. കൊഞ്ചം സീക്രം ഞങ്ങൾ തമിഴ് പറയാൻ വേണ്ടിട്ടാണ്. மேகிக்காக வெயிட் பண்ணுங்க. பைத்தியக்காரா போய் தூங்குங்க. போய் தூங்கடா. இஞ்சி மிட்டாய், இஞ்சி மிட்டாய். റീല ഭാരത. റെഡി 1 2 3 ഓടിക്ക. ഇനി അവരത് വേണ്ട, അവരത് രണ്ടാളത് മാത്രം മതി. അത് എന്റെ ലാബ് കെടുക്ക്, ഇവിടെ കെടുക്ക്. സനന്റെ ബാക്കില് അല്ല അപ്പൂസിനെ ഓമനിക്കുന്നത്. ഇവിടെ നിന്നല്ല എടുക്കുക. കുറച്ച് ഫ്രണ്ടിക്കൊക്കെ ലാബുന് റൊമാൻറ്റിക് ആവാനറിയില്ല. റൊമാൻറ്റിക് ആവുമ്പോ കാലിങ്ങനെ മടക്കി വെക്കൊന്നുമില്ല.
നിങ്ങളെങ്ങനെ വിചാരിച്ചത് ഹം തും ഏക് കമരേ മേ ബന്ദ് ഹോ? അല്ലല്ലോ, ഒരാളും കൂടി ഉണ്ടല്ലോ കമരേമ. അപ്പൂസിന് ചിരിച്ചോടെ. അപ്പൂസിന്റെ അടുക്കത്തെ ആറ്റിറ്റ്യൂഡ്. അപ്പൂസ് ഫ്രണ്ട്സിലെ ചേരാൻ വൈകുന്നു. ഈ ലാബു അടിപോലെ ഇരിക്കണേ. നേരത്തെ വണ്ടിന്നല്ലോ ഓനെങ്ങനെ കിക്കിളിയാക്കിന്നേ, കെട്ടിപ്പിടിച്ചു കണ്ടേ. അത് ഓനോടല്ല റൊമാൻസ് വേണ്ടത്. അല്ല, ഇതിപ്പോ ആരോടാണ്? അതിപ്പോ ആരോടാണ് റൊമാൻസ്? ചിരിച്ചുകൊണ്ട് ഓനോട് കാണിക്കും. റീൽസ് റീൽസ് എന്റെ അടുത്ത് വരും. അത് നല്ല ചിരിച്ചോണ്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് റൊമാൻസ് ഇങ്ങനെ എന്താ അത്? അപ്പൂച്ചന്റെ അബ്ബന്റെ മേത്ത് കേറിക്കോ. അബ്ബ നിക്കിളിയാക്കിക്ക. ശരി ശരി, ഓക്കെ. സ്ലോ മോഷൻ ആക്കിയാൽ നല്ല രസം ഉണ്ടാവും. ഇനി ഏതാണ് രണ്ടാളും കൂടി അവനെ കൈ അടിച്ചോ? നിങ്ങൾ രണ്ടാളും നിങ്ങൾ രണ്ടാളും കൂടി നടന്നു വരും. നിങ്ങൾ രണ്ടാളും കൂടി നടന്നു വരുമ്പോ ഞങ്ങളെ കൈ തട്ടിയിട്ട് ഇങ്ങനെ ആക്കിയാലോ? ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ. ഇത് പുതിയതാണ്, ഇതുവരെ ആരും ചെയ്തിട്ടില്ല. ഫോട്ടോ വേണോ? ഓർക്കത്തില് കൊണ്ടിട്ടുണ്ടോ? അതൊക്കെ നമ്മള് നടക്കുക. അപ്പൂസേ, ആ കൈ മാറ്റിട്ട് നടുവ് കയറടാ. താഴെന്ന് വേണം, മുകളിൽ നിന്ന് വേണം, ബാക്ക് വേണം, ഫ്രണ്ട് വേണം. പിച്ച പിച്ച വിട്ടോ 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 വിട്ടോ. പോരട്ടെ പോരട്ടെ. പിച്ച പെണ്ണത് നടക്കണില്ലല്ലോ. ഒന്നും കൂടി പിടിച്ചു നിർത്തിയേക്ക്. കൂട്ടിപ്പെട്ടണ ആരാ കളിക്കണേ? എല്ലാരും കൂടി ആക്കാച്ചിട്ടിട്ടുണ്ട്. ആ പോരട്ടെ. ഇരിക്കണല്ല കള്ളത്തി. നടക്കൂല. നപ്പൂജ ഒന്ന് നടത്തിയൊക്കെ വെല്ലപ്പണീനെ. വെല്ലപ്പണീനെ എന്നാ പിടിച്ചോ പിടിച്ചോ, കൈ പിടിച്ചോ ഒരു ഭാഗത്ത്. ഷഫീഖ, അതായത് നമ്മുടെ ഈ ടൂറിന്റെ പ്ലാനിനെ കുറിച്ചിട്ട് ഷഫീഖിന് ഫുള്ള് പ്ലാനിങ് ചെയ്യുന്ന ഒരേ ഒരു മനുഷ്യനാണ് നമ്മുടെ. ഒന്നും നടക്കില്ലെന്ന് മാത്രം. അപ്പൊ നമ്മുടെ പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് ഷഫീഖ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. ഊട്ടി പ്ലാനിങ്ങിനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പ്ലാൻ ചെയ്താലോ ആവൂലേ?
ഇതിനെ കുറിച്ച് പറയും. വണ്ടിയിൽ കയറിയ ഉടനെ തന്നെ രണ്ടുപേരും ഭയങ്കര ചർച്ചയായിരുന്നു. അതായത് മസനഗഡ് വഴി ഊട്ടിയിലോട്ട് പോകാൻ ഒരുത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറെ ഗുണ്ടൽപേട്ട വഴി ഊട്ടിയിലോട്ട് പോകാൻ വേറൊരുത്തരം പറയുന്നുണ്ടായിരുന്നു. അപ്പൊ പ്ലാനിങ്ങിനെ കുറിച്ച് വെച്ചപ്പോ ഒന്നും അറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ പറ. എന്റെ ആശാന അവിടെ വന്നിട്ടില്ല കുഞ്ഞോനെ, അതിന്റെ ചിഹ്നത്തിലാണ്. ശരി, ആ ഒരു വിഷമത്തിൽ ചെറിയൊരു വിഷമത്തിലിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ആളിലോട്ട് പോവാം. ഷമീമിന്റെ പേരെന്താ? പേര് ചോദിച്ച കാര്യത്തെ കറക്റ്റ് പേരുകളൊക്കെ പറയാം. പേരെന്താ പറ? വയസ്സ് 30. ശരി, കൃത്യമായിട്ട് പറയുന്നുണ്ട്. ശരി ഷമീമ, നിന്റെ കഴിവുകളെ കുറിച്ചൊന്ന് പറ. അത്യാവശ്യം നന്നായി ഭക്ഷണം കഴിക്കുന്നതാണ്. ഓക്കെ, വളരെ നല്ലൊരു കഴിവാണ്, എല്ലാവരും കിട്ടാത്ത കഴിവാണ്. ഇന്നിപ്പോ ഷമീമ, നമുക്കൊരു പാട്ടൊക്കെ ആയാലോ? എന്ത് പറയുന്നു? പാട്ട് പാടാറില്ല, ഡാൻസ് കുറച്ച് കഴിഞ്ഞ് കളിക്കാന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് ഷമീമിന്റെ പ്രിയതമയിലോട്ട് പോവാം നമുക്ക്. നസിഹ അല്ലേ? പേരെന്തായിരുന്നു? നസിയ ഒരു പാട്ട് വരെ ക്ഷീണിച്ചിരിക്കുകയാണ്. നസിഹ. ഇത്രയും ചെറിയൊരു സദസ്സിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എപ്പോഴും സംസാരിക്കാൻ പറ്റും. കമാ സംസാരിക്കും. നസിയെ കുറിച്ച് പറയുകയാണ്. ഒരു മാസം ഷമീമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ശരി, കുറച്ച് സമയം കൊടുക്കാം നമുക്ക്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ സ്റ്റാറിലോട്ട് പോവാം. മിസ്റ്റർ ബാബു. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരു കുഞ്ഞു പിറന്നപ്പോൾ താങ്കൾക്കുണ്ടായ അനുഭൂതി ഏത് തരത്തിലുള്ളതാണ്? കമാൺ ഡിസ്ക്രൈബ്. കുഞ്ഞു പറഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞ് ഇപ്പോഴാണ് അളിയൻ അളിയൻ വരുന്നത്. അളിയൻ ചോദിക്കാനും കുഞ്ഞിനെ കാണാനും അളിയൻ വരുന്നത്. എക്സാക്ട്ലി ദ പോയിന്റ് ഈസ് കറക്റ്റ്. പക്ഷേ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു സന്ദർഭത്തിൽ ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ് ഇപ്പൊ ഞാൻ ചോദിച്ചത്. ചോദിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരി, നല്ല നല്ല വ്യക്തമായിട്ടുള്ള ഒരു അനുഭവം പറഞ്ഞു. കാരണം കറക്റ്റ് മനസ്സിൽ തട്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. സുന്ദരനും സുശീലനും സുമുഖനുമായ എനിക്ക് ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. അല്ലേ ഷംലി? ഇത് വരുന്നില്ല കേട്ടോ. നല്ല രീതിയിൽ പറഞ്ഞാലും നല്ല ഉഷാറാവുമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇത് പണ്ട് വയസ്സിലെ പറയാൻ പാടുള്ളൂ. ഇതൊരു ഫൺ കോൺവെർസേഷൻ അല്ലേ? അടുത്ത ആളിക്കോട്ടെ ഷംലി. ഓക്കെ, നമുക്ക് അടുത്ത ആളോട്ട് പോകാൻ ചെല്ലില്ല. ഇത് നമ്മുടെ യൂട്യൂബ് നമ്മുടെ ഇൻസ്റ്റഗ്രാം സ്റ്റാറൊക്കെ ആയിട്ടുള്ള നമ്മളെ ഷംലീന ആർക്കും അറിയില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ പരിചയപ്പെടുത്താം. ഷംലീന, നമ്മുടെ ഈ ട്രിപ്പിനെ കുറിച്ചിട്ട് താങ്കൾക്ക് എന്താണ് അഭിപ്രായം? അതൊരിക്കലും പറയില്ല. നമ്മുടെ ട്രിപ്പിനെ കുറിച്ചിട്ട് നമുക്കൊരു ധാരണ നമുക്ക് എപ്പോഴും വെക്കേണ്ടത് നമ്മുടെ ഒരു കർത്തവ്യമാണ്. ട്രിപ്പ് നല്ലൊരു ട്രിപ്പാണ് പറഞ്ഞത്. ഇത് നല്ലൊരു ഇതാണ്. ഇയാളാണ് യൂട്യൂബിൽ ഈ ഇൻട്രൊഡക്ഷൻ മറ്റൊക്കെ കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. എല്ലാവരും ഒത്തുകൂടിയ നിമിഷം വളരെയധികം സന്തോഷമായിട്ടുള്ള ഒരു സമയമായിരുന്നു. എനിക്ക് വളരെയധികം തൃപ്തിയായി, ഹാപ്പിയായി, അങ്ങനെയൊക്കെ നമ്മളെ കാര്യങ്ങൾ പറയണ്ടേ. ശരി ഷംലീന, എന്തൊക്കെ പാട്ടുകളൊക്കെ നമുക്ക് പിന്നെ പറയാം. എന്റെ പെണ്ണുങ്ങളോട് നീ ചോദിക്കാൻ, പെണ്ണുങ്ങളല്ലേ നിന്റെ വൈഫിന്റെ അടുത്തൊന്നും എനിക്ക് ചോദിക്കാം. ഇതുവരെ ചോദിക്കാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ചോ. ഒളിച്ചോടാൻ വല്ല പ്ലാൻ ഉണ്ടോ? അങ്ങനെയല്ല, നിനക്ക് അഫയർ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനത്തെ തൊട്ടി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. ജീക്കൊന്നും ചോദിക്കരുത്. ഞാൻ പത്രം വായിച്ചിട്ടില്ല. സംസാന അങ്ങനെ പറഞ്ഞപ്പോ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അടുത്ത് ഉത്തരം ചെയ്യാൻ തരാണ്.
ട്രിപ്പ് എങ്ങനെ കൊളാക്കാന്നുള്ളത് GK ചോദിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ ഫസ്റ്റ് നിന്നോട് ചോദിക്കാം, എന്താണ് എന്നെ കുറിച്ചുള്ള അഭിപ്രായം? അത് നല്ല ചോദ്യാണ്. കിളി പോയാനല്ലേ ആ അവസ്ഥയില്. ആ പോയ കിളിയിൽ ഏത് ദിശയിലൂടെയാണ് പോയെന്ന് വല്ല ഓർമ്മ? എത്ര കിളികൾ പോയെന്ന് വല്ല ഓർമ്മ? പെണ്ണുകാണലിന്റെ അന്നാ പോയത്. എന്താന്ന് ഞാൻ പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ ഇവിടെ പലരുടെയും കിളികൾ പലതവണ ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. കിളി പോവാന് ലാബോ സനന്റെ കിളി പോയത് എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞുതരാം. സനന്റെ കിളി പോയത് എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താന്നറിയോ, ഫസ്റ്റത്തെ പെണ്ണാണലിൽ തുടങ്ങാം. നമുക്ക് പെണ്ണാണലിൽ എല്ലാരും ചോദിക്കല് എന്താണ്, വളരെ എന്താണ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും അല്ലേ. പക്ഷെ ഇവിടെ ലാബ് ചോദിച്ചത് എന്താണെന്നറിയാം, മദ്രസയിൽ എത്ര വരെ പഠിച്ചിട്ടുണ്ട്, ഏതൊക്കെ സൂറത്ത് കാണാൻ തോന്നാനറിയാം. അല്ലല്ല സ്ഥലം അറിയിക്കുമല്ലോ, നന്നായിട്ട് തോന്നാനറിയാം. കല്യാണം കഴിഞ്ഞപ്പോ ഉള്ളത് എന്തായിരുന്നു എന്നറിയാം. ദിവസം പത്രം വായിച്ചിട്ട് ചോദ്യം ചോദിക്കും സന്നോട് അല്ലേ. ലാബ് നല്ലൊരു ബുദ്ധിജീവിയാട്ടോ. കണ്ടാ പൊട്ടരാന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം, GK അതല്ലെങ്കിൽ നമുക്ക് ഒരു ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അറിവ് അത് വേണ്ടുള്ള കാര്യമല്ലേ, കറക്റ്റല്ലേ? നല്ല കാര്യമാണ്. അത് സ്വന്തം ഭാര്യക്ക് ഉണ്ടാവണം എന്നുള്ളത് ആഗ്രഹിക്കുന്നതിന് അത്യാഗ്രഹമായിട്ട് 5 കൊല്ലായില്ലേ ഇപ്പൊ ഭാര്യക്ക് ഉണ്ടോ? 5 കൊല്ലായില്ലേ ഇപ്പൊ ഭാര്യക്ക് ഉണ്ടോ? പാലിക്ക് പോയിട്ട് ഇപ്പൊ ജെന്യൂനായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അവളുടെ ഹാൻഡിലൊന്നും ചെക്ക് ചെയ്യാറില്ല. അതിലുണ്ടായിരുന്നത് ഇഷ്ടംപോലെ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരുന്നു. നമ്മള് പറഞ്ഞു അല്ലെന്നാ നല്ല സൗണ്ട് ഉണ്ടായിക്കോളൂ. ശരി, ഓക്കെ. ബാക്കിൽ ആരൊക്കെയോ മുന്നൊക്കെ എന്തോ പറയാനുണ്ട്. ചില നീർക്കോലുകൾക്ക് പത്തിക വന്നിട്ടുണ്ട്. അപ്പൊ നോക്കട്ടെ. നമ്മുടെ രണ്ടാമത്തെ ഷെഫീഖിന്റെ വൈഫായ പൊന്നിനോട് കുറച്ച് ചോദ്യങ്ങൾ രണ്ടാമത്തെ മകനായ ഷെഫീഖിന്റെ ആദ്യത്തെ ഭാര്യ. ശരി, മുന്ന ഇൻട്രൊഡ്യൂസ് താങ്കളെ കുറിച്ചൊന്ന് പറയൂ. എന്റെ പേര് മുന്ന. എന്റെ വാർഡ് കൽപ്പറ്റ. ആയിക്കോട്ടെ, ഓക്കെ. മുന്നയുടെ കഴിവുകളെ കുറിച്ച് ശരി, കഴിവില്ല. എല്ലാവരും ശ്രദ്ധിക്കണം. Not the point, Shafiq. She is not at all having any sort of മുന്നയുടെ കഴിവിനെ കുറിച്ച് മുത്തച്ഛൻ പറഞ്ഞായിരിക്കും. ചുട്ട കോയിനെ പറപ്പിക്കും മുന്നേ. One of the greatest abilities which I have ever heard. എന്റെ കഴിവിനെ കുറിച്ച് ഈ ട്രിപ്പിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം? കേട്ടില്ല. എല്ലാരും നിർബന്ധിച്ചപ്പോ മാത്രം പോകുന്ന മുന്നയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? എല്ലാരും മുന്നേ എഴുന്നേറ്റ് റെഡിയായി, മുന്നെങ്കിലും എഴുന്നേറ്റിപ്പിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി വണ്ടിയിൽ കയറ്റി ഇരുത്തിയതാണ്. മുന്നേ കണ്ണാടി നോക്കിയാണ് ഇവിടുന്ന് ചവിട്ടി പുറത്താക്കണം. ഞാൻ പുറത്താക്കണോ? മുന്നയുടെ പാട്ടിലോട്ടൊക്കെ നമുക്ക് പിന്നോട്ട് വരാം. നമുക്ക് ഉപ്പാലോട്ട് പോവാം. നമ്മൾ ഈ ട്രിപ്പിന്റെ നാഥനായ ഉപ്പാലോട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം. ഉപ്പ, എന്താ ഈ ട്രിപ്പിനെ കുറിച്ച് ഉപ്പാടെ അഭിപ്രായം? ഇത് ഉപ്പിലിടാണ്. ഓക്കെ. ശരി, നമ്മുടെ ട്രിപ്പിൽ നമ്മളെ കൂടെ പോകുന്ന മക്കളെ കുറിച്ചും മരുമകനെ കുറിച്ചും ഒക്കെ എന്തൊക്കെയാണ് പറയണം? എല്ലാവർക്കും നമസ്കാരം. കൈയ്യടി, ഒരു നല്ലൊരു കൈയ്യടി.
എല്ലാവർക്കും നമോവാകും. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അത് നല്ലൊരു ഇതാണ്. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, ഭക്ഷണം കഴിക്കാൻ പോവാന്നുള്ളത്. നമുക്ക് നമ്മുടെ ഏറ്റവും കഴിവുള്ള ഉമ്മയിലോട്ട് പോവാം. ഈ ഉമ്മയുടെ ഭക്ഷണം ഞാൻ കുറെ കഴിച്ചാണ്, നല്ല സൂപ്പർ കുക്കാണ്. നമുക്കൊരു ഉമ്മ നമുക്ക് ഈ ട്രിപ്പിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വളരെ വളരെ സന്തോഷം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ മക്കളും പേരക്കുട്ടികളും വളരെ വളരെ സന്തോഷത്തോടുകൂടി അവരുടെ കൂടെ ആകെ ഒരേ ഒരു മരുമകനും ടാലന്റ് ഉള്ള ഒരു മരുമകനും വേറെ ആർക്കും കിട്ടാൻ കൂടെ പോവാൻ സന്തോഷം. അല്ലാഹു കൈവാക്കട്ടെ യാത്ര. ഹാപ്പി ജേണി. വളരെ നല്ലൊരു കാര്യങ്ങളാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കാര്യത്തിലൂടെ ഞാൻ യോജിക്കുന്നു. മക്കളും മരുമക്കളും പേരക്കുട്ടികളും മരുമക്കളും എല്ലാവരും കൂടി ഒരുമിച്ച് പോവുക, യാത്ര ചെയ്യാന്നുള്ളത് വളരെ നല്ലൊരു നിർത്ത് പാട്ടടി. പാട്ട് മോനെ ഇഷ്ടംപോലെ സമയമുണ്ട്. പാട്ട് പാടാനായിട്ട് നിർബന്ധിക്കുന്നവരാണ്. കമാൻ. ഇപ്പൊ കുറെ നേരം നമ്മൾ ഇന്റർനാഷണലൊക്കെ ചോദിച്ചപ്പോ പാട്ട് പാടണം ഷംലീന പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കമാൻ ഷംലീന നീ അവിടുന്ന് പാടിക്കില്ല. പാട്ട് പാടണം. നീയാ പറഞ്ഞു എനിക്ക് ഞാൻ പാടും. പഠിക്കണ്ട, കാരണം ഓരോരുത്തരെ പാടിപ്പിച്ചിട്ടേ ഞാൻ പാടും. ഓരോരുത്തരെ പാടിപ്പിക്കുന്നേ പാടുള്ളൂ. മൈക്ക് എടുക്കുന്നതിന് മുന്നേ ഈ മൈക്ക് എടുത്ത് ഞങ്ങള് വേറെ മൈക്ക് എടുക്കും. ഞാൻ മൈക്ക് എടുക്കുന്നതിന് മുന്നേ ഫോൺ എടുത്ത് ലിറിക്സ് ഒക്കെ പഠിച്ച് പാട്ട് തയ്യാറായിട്ടിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു ഇവിടെ, മിസ്റ്റർ ബാബു. കമാൻ, നമുക്ക് ഒരു കമാൻ എല്ലാവരും കൈയ്യെടുത്ത് അയ്യോ എന്തോ പോയേ പമ്പടി പോയേ എവിടെ പോയേ നീ അമ്മക്ക് പാടുക, നമുക്ക് പാടുക. ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയിക്കണം എപ്പോഴോ. നമുക്ക് മേരാ ഫോൺ സ്വിച്ച് ഓഫ് ഹേ. നെസി പാട്ട്. നെസി പാട്ടൊന്നും വേണ്ട. ഇല്ല, കാറ്റേനിയൊക്കെ നല്ല പാടാറിയുന്ന ഒരു പാടാണ്. കാറ്റ് പുറത്തുനിന്ന് വന്നപ്പോൾ നല്ല കാറ്റ് അതായത് ഞാൻ പാടാൻ പറ്റുമോ? പാടുകൊണ്ട് ആ വന്ന കാറ്റ് പോലും എവിടെ പോയി. ചലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുഴ മീൻകാരി പെണ്ണിനെ കണ്ടു ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീന് പെണ്ണിനെ കൊട്ടയില് കലാമണി എന്താ മലപ്പുറം പിടക്കില മീനാണ്. പാട്ടുകൾ തന്നെയല്ലേ ഞങ്ങൾ
ഇതുവരെ വളരെ കറക്റ്റാ. ഇനി ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. ഇനി നമ്മള് ടീമായിട്ട് അന്താക്ഷരി കളിക്കാൻ പോവാണ്. ആരൊക്കെ ടീമില്ലെന്ന് ഇപ്പൊ തീരുമാനിക്കാം. ഞാൻ പറഞ്ഞുതരാം, ഏത് ടീം തോൽക്കണോ അവര് ഫുഡ് വാങ്ങി തരണം. പറ്റുമോ? ഏത് ടീമാണ് തോൽക്കണോ അവര് ഫുഡ് വാങ്ങണം. എന്നാ നമ്മൾ ഏതൊക്കെ ടീം? നിങ്ങളെന്താ മൂന്നാളൊരു ടീം, ഞാൻ ലാഭം ഒരു ടീം. ഓക്കെ ഓക്കെ, ഇജ്ജ് പറഞ്ഞാ മതി. എന്നാ പാടുക. റെഡി 1 2 3 സ്റ്റാർട്ട്. ആരാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളെ. ഓക്കെ, പാട്ടുകാർ സ്റ്റാർട്ട് ചെയ്യും. എന്നാ പാട്ടുകാരൻ സ്റ്റാർട്ട്. ഉണ്ടാക്കി പാട്ട്. അതൊന്നുമില്ല, ഞാൻ പഠിച്ചു വെച്ച കുറെ പാട്ടുകളുണ്ട്. ആ പാട്ടുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അനർഘ നിർക്കളമായിട്ട് ഇവിടെ പറയും. പാടല്ലേ? അപ്പൊ ഫസ്റ്റ് പാട്ട് നമുക്ക് ഷമീൻ എന്ന പാട്ടത്തില് ആദ്യം മൃദുലമായിട്ടുള്ള പാട്ട് നാളെ മൃദുലന്റെ കല്യാണം. മധുരം അതിനങ്ങനെയല്ലല്ലോ, ഗ്രൂപ്പല്ലേ. അതിന്റെ ലാഭമല്ലേ പാടിയത്? അപ്പൊ നിങ്ങളല്ല എടുത്തത്. മനോരഞ്ജിനി സുരാംഗിനി സൂപ്പർ സുര സുന്ദരി. മനോരഞ്ജിനി സുരാംഗിനി സൂപ്പർ സുര സുന്ദരി. അങ്ങനൊന്ന് ആണ് കടുമ്പല്ലേ. ഒരു മഞ്ഞു തുള്ളി ഉയർന്നു. മതി മതി മതി. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം. അറിയാതെ പറയാതെ അറിയാതെ നീ പോയത് ദൂരേക്കു നീ മാഞ്ഞതല്ലേ. അമ്മ മനസ്സ് തങ്കമനസ്സാണ്. അതൊന്നും പറ്റൂല മാപ്പിള പാട്ട്. അരിയാണത്, അരിയല്ല. അന്ന് നിന്റെ നുണക്കൊഴി ഇംഫാൽ ഈസ് ദ റൈറ്റ് ആൻസർ. നാഗാലാൻഡിന്റെ അറിയില്ല. ശ്രീലങ്ക. ശ്രീലങ്കയുടെ തലസ്ഥാനം കൊളംബോ ഈസ് ദ റൈറ്റ് ആൻസർ. പിന്നെ അങ്ങോട്ട് ലാബുവിൻ്റെ ജനറൽ നോളജ് ഗെയിമായിരുന്നു കേട്ടോ. അതെന്തായാലും നിങ്ങൾക്ക് ബോറടിക്കും. ഞങ്ങൾക്കേ ബോറടിച്ചിട്ട് ലാസ്റ്റ് നിർത്തി വെക്കുകയാണ് ചെയ്തത്. മറ്റ് ഗെയിംസ് പോലെ അല്ലല്ലോ ജനറൽ നോളജ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഊട്ടി ടൂർ വിശേഷങ്ങൾ കേട്ടോ. ഇനി ഒരു പാർട്ട് 3 ഉണ്ടായിരിക്കുന്നതല്ല, മറ്റ് കുറേ വിശേഷങ്ങളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.